നമസ്കാരം. സിൻബാദും കിഴവനും എന്ന ഒരു അറബിക്കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഒരു കപ്പൽ തകർന്നതിനെ തുടർന്ന് ഒരു ദ്വീപിലെത്തപ്പെട്ടതാണ് സിൻബാദ്. അവിടെ കണ്ട ഒരു കിഴവൻ ആംഗ്യഭാഷയിലൂടെ സിൻബാദിനോട് ചോദിച്ചു, എന്നെ തോളിലേറ്റി തടാകത്തിൻ്റെ അക്കരെ ഒന്ന് കൊണ്ടുപോകാമോ? അവിടെയുള്ള പഴങ്ങൾ തിന്ന് ഞാൻ വിശപ്പ് മാറ്റിക്കൊള്ളാം. വൃദ്ധനെ സഹായിക്കുന്നത് ഒരു സൽക്കർമ്മമാണല്ലോ എന്ന് വിചാരിച്ചു. സിൻബാദ് അയാളെ തോളിലേറ്റി മുന്നോട്ട് നടന്നു. തുടകൾ കൊണ്ട് കഴുത്തിലും കൈകൾ കൊണ്ട് തലയിലും അയാൾ മുറുകെ പിടിച്ചു. പിന്നീട് കഴുത്തിൽ നിന്നും ഇറങ്ങിയതേയില്ല. കിഴവൻ്റെ ശക്തി അപാരമായിരുന്നു. കറുത്ത രോമങ്ങൾ നിറഞ്ഞ പോത്തിൻ്റെ പുറം പോലെ പരുക്കൻ കാലുകൾ. ഒരു തരത്തിലും അയാളെ കഴുത്തിൽ നിന്നും ഇറക്കി വിടാൻ സിൻബാദിന് കഴിഞ്ഞില്ല. അവിടെ ഇരുന്നു കൊണ്ട് അയാൾ പഴങ്ങൾ പറിച്ചു തിന്ന് വിശപ്പടക്കി. ഉറക്കത്തിൽ പോലും കിഴവനിൽ നിന്നും മോചനം ലഭിച്ചില്ല. തൻ്റെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഇരുന്നു തന്നെ ആ ദുഷ്ടൻ നിറവേറ്റി. അടിമത്തത്തേക്കാൾ നല്ലത് മരണമാണെന്ന് വിചാരിച്ചുകൊണ്ട് സിൻബാദ് അവനെയും ചുമന്ന് നടന്നു. ഇങ്ങനെ കേരളത്തിലെ ജനത്തിൻ്റെ കഴുത്തിൽ കത്രിയപ്പൂട്ടിട്ട് കാല് കവച്ചു വെച്ച് കയറിയിരിക്കുന്ന ഒരു ദുർവിധിയാണ് കമ്മ്യൂണിസം. ഈ ഭരണവൃദ്ധൻ്റെ കഴുത്തിലെ പിടിയൊന്നയക്കാൻ കമ്മികളല്ലാത്ത ജനത പാടുപെടുകയാണ്. സിൻബാദിൻ്റെ പുറത്തു കയറിയ വൃദ്ധന് യുവാവിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. കാട്ടാളനേക്കാൾ ക്രൂരൻ. കേരളത്തിലെ ജനത്തിൻ്റെ ചുമലിലിരിക്കുന്ന വൃദ്ധനും കരുത്തനാണ്. എങ്ങനെയൊക്കെ എടുത്തെറിയാൻ നോക്കിയാലും വിട്ടുപോകാത്തൊരു ദുർവിധിയിലൂടെയാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നത്. അതിന് വീണ്ടും വരാൻ ജനങ്ങളെ സേവിക്കണം. തേൻ പുരട്ടിയ വാക്കും കോളിനോസ് പുഞ്ചിരിയും തുടുത്ത കവിളും കൊല്ലുന്ന സ്നേഹവുമായി ഇതാ നേതാക്കളും അടിമകളും അതിനുള്ള പോംവഴിയുമായി ഇറങ്ങിയിരിക്കുന്നു. സകല CPM നേതാക്കളും ഇപ്പോൾ വീട് കയറുകയാണ് സുഹൃത്തുക്കളെ. അവർക്ക് ജനങ്ങളെ സേവിച്ചേ പറ്റൂ. അവരുടെ നിർദ്ദേശങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഓരോ മന്ത്രിമാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന രംഗം ഒന്ന് കാണേണ്ടതാണ്. രോമാഞ്ചം കൊണ്ടുപോകും. തേരിൽ നിന്ന് അന്നേരം പാരിലിറങ്ങിയിട്ട് പാരാതെ കുമ്പിട്ട് കൂപ്പി നിന്നാൻ എന്ന മട്ടിൽ പല്ലക്കിൽ നിന്നും ഇറങ്ങി വരുന്ന മരുമകൻ സെറ്റിട്ട് നിർത്തിയ പാവങ്ങളോട് കുശലം ചോദിക്കുന്നു. സുഖമാണോ? യുവരാജാവിനെ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പാവങ്ങൾ. അങ്ങനെ നേരിൽ കണ്ട പാവങ്ങൾക്ക് പറയാനുള്ളതിലും കേട്ടത്രേ മരുമോനിക്ക. CPM ഇപ്പോൾ ജനത്തിന് പറയാനുള്ളത് കേട്ടുകൊണ്ട് വീട് കയറുകയാണ്. അന്ന് നാട് മുഴുവൻ നശിപ്പിച്ച് ക്യാബിനറ്റ് ടോയ്ലറ്റുമായി നടന്ന കാലത്ത് ജനത്തെ വേലി കെട്ടി 30 വാര അകലെ നിർത്തിയിരിക്കുകയായിരുന്നു. അകലെയെങ്ങാനും നിന്ന് ഒരു നോക്ക് കാണാനേ ജനങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചുള്ളൂ. പരാതിയുമായി ചെന്നവരെയൊക്കെ പോലീസുകാരും പാർട്ടിക്കാരും തല്ലി ഓടിച്ചു. 110 സീറ്റ് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇങ്ങനെ വീട് കയറി വോട്ട് തേണ്ടേണ്ട വല്ല കാര്യവുമുണ്ടോ സുഹൃത്തുക്കളെ? പിണറായി രാജവംശം ജനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തത് ഓർത്താൽ തന്നെ വോട്ട് ചെയ്യുമല്ലോ. പിന്നെ എന്താ? ഓ ശരിയാണ്, അടുത്ത 2 മാസം കൂടുതൽ എങ്ങനെ ഭരണം മെച്ചപ്പെടുത്തണമെന്ന് ജനം പറഞ്ഞു കൊടുക്കണം. അത് കേൾക്കാനാണ് ഈ വരവ്. ഈ മന്ത്രിമാരും നേതാക്കളുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അമാവാസി നാളിലെ പൂർണ്ണചന്ദ്രനെ പോലെ തോന്നും. അതിദാരിദ്ര്യം തുടച്ചു നീക്കുക കൂടി ചെയ്തതോടെ അടുപ്പിൽ ചേരയിഴയുന്ന അവസ്ഥയിലായി പാവങ്ങൾ. നമ്മുടെ ലുട്ടാപ്പിക്ക ജനങ്ങളെ കേൾക്കാൻ പോയത് വെഞ്ഞാറമ്മൂട് കല്ലറയിലെ KT കുന്ന് പ്രദേശത്താണ്. ഒരു പാവം സ്ത്രീയുടെ മുമ്പിൽ ലുട്ടാപ്പി വിനീത വിധേയനായി കട്ടൻ കാപ്പിയും കയ്യിൽ വെച്ച് നിൽക്കുന്നത് കണ്ടാൽ വല്ലാത്തൊരു അനർഘ നിമിഷമായി നമുക്ക് ഫീൽ ചെയ്യും. മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഉത്തരം എന്ന് പറഞ്ഞ സെക്രട്ടറിയാണ് നമ്മുടേത്. അപ്പോൾ പിന്നെ ജനങ്ങളുടെ ചോദ്യത്തിന് എന്ത് വാഴയ്ക്കാണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ഐഷ പോറ്റി പോയത് എന്താണെന്ന് ചോദിച്ചാൽ അകത്ത് നമ്മളിട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളായതുകൊണ്ട് പുറത്താക്കിയതാണെന്ന് പറയണം. 9 കൊല്ലവും 9 മാസവും ഭരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എവിടെയാ തെറ്റിയത് എന്നറിയാൻ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു വീട് കയറ്റം. നിങ്ങൾ തന്നെ തെറ്റുതിരുത്തിയിട്ട് വീണ്ടും ഭരിക്കുന്നതിലും നല്ലത് മറ്റാർക്കെങ്കിലും കുത്തിക്കൊടുക്കുന്നതല്ലേ സഖാവേ എന്ന് ജനം ചിന്തിക്കാതിരിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം അടിനാവി നോക്കി തൊഴിക്കുകയും ചെപ്പക്കുറ്റി നോക്കി തല്ലുകയും ചെയ്തപ്പോഴാണ് വെളിവ് വീണത് അല്ലേ റഹീമേ? യാതൊരുവിധ ഭരണവിരുദ്ധ വികാരവും ഇല്ലെന്നല്ലേ പിണറായി പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞത്? പിന്നെ എന്തിനാണ് കണ്ടവൻ്റെ തിണ്ണ നിരങ്ങാൻ നിങ്ങളിങ്ങനെ പോകുന്നത്? ചുമരിൽ EMSൻ്റെയും പിണറായിയുടെയും പടം വെച്ച് വാരിക്കീറിലൊരു ചുവന്ന കൊടിയും കുത്തി കൊച്ചു പുരകളിൽ താമസിക്കുന്ന പാവങ്ങളുണ്ട്. ഇവിടെ അവരുടെ വീടുകളിലാണ് സന്ദർശനം. അവരെന്തായാലും ആട്ടിവിടില്ല. നമ്മുടെ നേതാക്കന്മാർ എന്താ സഖാവേ ഇങ്ങനെ കള്ളന്മാരായത് എന്ന് പോലും അവർ ചോദിക്കില്ല. അതാണല്ലോ നമ്മുടെ ഒരു ഉറപ്പ്. ഭരണം മെച്ചപ്പെടുത്താൻ ഞങ്ങൾ എന്തു ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഗേറ്റ് തള്ളി തുറന്ന് ചെന്ന് കയറിയാൽ ഒന്നിറങ്ങിപ്പോകുമോ എന്ന് മറുപടി കിട്ടും.
അത് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണോ ഭരണത്തിൽ നിന്ന് ഇറങ്ങണമെന്നാണോ എന്നേ സംശയമുള്ളൂ. അങ്ങനെ ഒറ്റ മറുപടിയിൽ രണ്ടർത്ഥമുണ്ടാകും. ചിന്താ ജെറോമാണ് ഭാഗ്യവതി. CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്കൊപ്പം വീട് കയറി പൊതുജനത്തിന് ആവേശം വാരി വിതറുകയാണ്. ജനങ്ങൾ വല്ലാത്ത ആവേശക്കടലിലാണെന്നാണ് ചിന്ത പറയുന്നത്. വീടുകളിൽ ചെന്നാൽ ഇരുത്താതെ വിടില്ലത്രേ. അവർ ചിലർ സൂക്ഷിച്ചു നോക്കി ചിന്തയോട് ചോദിച്ചു, അല്ല ഇതാര്, വാര്യമ്പള്ളിയിലെ മീനാക്ഷി കുഞ്ഞല്ലയോ? പൗരപ്രമുഖരുടെ വീടുകളിൽ പോകുന്നതേയില്ല കേട്ടോ. മേൽക്കൂര ചോർന്നൊലിക്കുന്നതും ശംഖുമാർക്ക് കൈലി കൊടുത്തതുമായ പാവങ്ങളാണ് ഇത്തവണത്തെ ഇര. എന്നാൽ ദേശീയ സെക്രട്ടറിക്ക് കയറാൻ പറ്റിയ വീട് അല്പം കൂടി നിലവാരമുള്ളതാണ്. അങ്ങ് ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് കൂരകളിലൊന്നും പോയതായി കണ്ടില്ല. കണ്ണൂരിൽ മീൻ കഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചോടിയത് ഒരു CPMൻ്റെ കൗൺസിലറായിരുന്നല്ലോ. അത് കാരണം പല സ്ത്രീകളും പാർട്ടിക്കാർ വീട് കയറാൻ വരുന്നതറിഞ്ഞ് മാല ഊരി തലയണയ്ക്കടിയിൽ വെച്ചിരിക്കുകയാണെന്ന് ഒരു ഫലിതവും കേട്ടു. പിണറായി ഭരണത്തിൽ എന്തെങ്കിലും പോരായ്മയോ തൂക്കത്തിൽ കുറവോ ഉണ്ടെങ്കിൽ ബേബി സഖാബിനോട് പറഞ്ഞാൽ മതി, ഉടനടി പരിഹരിച്ചു തരും അദ്ദേഹം. മിസ്റ്റർ വിജയൻ, ഒരു 100 ഗ്രാമിൻ്റെ കുറവ് ഈ വീട്ടിലുണ്ട്, അതുകൂടി പരിഹരിക്കുക. നമ്മൾ എന്താ സഖാവെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തകർന്നത് എന്ന് മാത്രം ബേബിയോട് ചോദിക്കരുത്. ആഗോളതലത്തിൽ നമ്മൾ നടത്തുന്ന പോരാട്ടത്തോടൊപ്പം തന്നെ ആധുനിക മുതലാളിത്തത്തെയും ചെറുത്തു തോൽപ്പിക്കേണ്ടതുള്ളതിനാൽ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. അപ്പോഴേക്കും ആ വീട്ടിൽ അരി വാർക്കാൻ നേരമായിട്ടുണ്ടാകും. ഒരു ജനറൽ സെക്രട്ടറിയൊക്കെ എന്തിനാണിങ്ങനെ കുണ്ടറയിലെയും പ്രാക്കുളത്തെയും സഖാക്കളുടെ വീട് കയറി ജനസമ്പർക്കം നടത്തുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഗാസയ്ക്ക് വേണ്ടി കരയുകയും തുർക്കിയെ ഓർത്ത് മൂക്ക് പിഴിയുകയും അമേരിക്കയെ ചീത്ത വിളിച്ചും കഫിയ അണിഞ്ഞും നടന്ന കാലത്തൊന്നും നാട്ടുകാരെ സേവിക്കാൻ പറ്റിയില്ല. അന്താരാഷ്ട്ര തലത്തിലുള്ള പാവങ്ങളെ മാത്രമേ ബേബി സാർ ശ്രദ്ധിക്കുകയുള്ളൂ. ബേബിക്കൊപ്പം കൂടിയിരിക്കുന്ന ചിന്ത കൊല്ലത്ത് MLA ആകാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം വഴിക്കടവിലെ പുഞ്ചക്കൊല്ലിയിലാണ് സഖാവ് പൂമരൻ വീട് കയറാൻ തുടങ്ങിയത്. സഖാവ് പൂമരം വീട് കയറുന്നത്. അവിടുത്തെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം സ്വരാജ് ചോദിച്ചറിഞ്ഞു. പാർട്ടി ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടെന്ന് സ്വരാജ് ഉറപ്പ് നൽകി. നിലമ്പൂരിൽ നിന്നും ഓടിയൊളിച്ച കുണ്ടന്നൂർ രാജനാണിത്. ആ പോത്തുകലിലെ സാധാരണക്കാരുടെ വീടുകളുമായി പണ്ട് മുതലേ ഒരു അടുപ്പം സൂക്ഷിച്ചിരുന്നെങ്കിൽ സ്വന്തം വാർഡിൽ തോറ്റു തുന്നം പാടില്ലായിരുന്നു. ആ സമയത്തെല്ലാം അയ്യപ്പനെ മാളികപ്പുറത്തമ്മയ്ക്ക് കെട്ടിച്ചു കൊടുക്കാൻ നടക്കുകയായിരുന്നു. കക്ഷത്തിൽ പുതിയ തേങ്ങയും വെച്ച് സാധാരണ മനുഷ്യരെ കൺമുമ്പിൽ നിന്നും അകറ്റി താനേതോ കൊമ്പത്തെ വിപ്ലവകാരിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഇതുപോലെ കുറേ എണ്ണമുണ്ട്. 10 പുസ്തകം വായിച്ച് 4 കൊട്ടേഷൻ അടിച്ചാൽ ജനം കൂടെ നിൽക്കുമെന്നാണ് ഈ പാവങ്ങളുടെ ധാരണ. ഫെസ്റ്റിവലിലൊക്കെ നമ്മുടെ പൂമരനെ സാധാരണ കാണാറുള്ളൂ. സാധാരണ ജനങ്ങൾ ഫെസ്റ്റിവലിൽ വരാത്തതുകൊണ്ട് സ്വരാജിനെ അവർ നേരിൽ കണ്ടിട്ടില്ല. പാർട്ടി നിർദ്ദേശപ്രകാരം സഖാവ് ബേബി, ചിന്ത, റഹീം, റിയാസ് ഇവർ ഇരുന്ന് സംസാരിച്ചെങ്കിൽ സ്വരാജ് നിന്നാണ് നിർദ്ദേശങ്ങൾ ചോദിച്ചറിഞ്ഞത്. വിപ്ലവം ഒരിക്കൽ പോലും നടുവളയ്ക്കാൻ പാടില്ല. ആയ കാലത്തും അധികാരം കയ്യിലുള്ളപ്പോഴും പൗരപ്രമുഖരോട് മാത്രം സംവദിക്കുകയും അവർക്ക് വിരുന്ന് നൽകുകയും ചെയ്യുന്ന പിണറായി വിജയൻ ധർമ്മടത്തെ പാവങ്ങളെ കാണാൻ എപ്പോഴാണോ പോവുക? പാവങ്ങളെപ്പറ്റിയുള്ള സ്വപ്നമല്ലാതെ ആ മനസ്സിൽ വേറൊന്നുമില്ലാത്തതിനാൽ പോയില്ലെങ്കിലും സാരമില്ല. എങ്കിലും 4-5 വീടെങ്കിലും കയറി ഗ്രഹസന്ദർശന പരിപാടി ഒന്ന് കൊഴിപ്പിക്കാവുന്നതാണ്. ഏത് വീട്ടിൽ പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കണിച്ചുകുളങ്ങരയിലുള്ള വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോകുന്നതാകും അങ്ങേക്ക് അഭികാമ്യം. അല്ലെങ്കിൽ ബേബിയെ കൊണ്ട് വേളാങ്കണ്ണിയിലേക്ക് നേർച്ചയെടുപ്പിച്ചും ഗോവിന്ദൻ്റെ കവിളിൽ ശൂലം കുത്തിച്ച് കാവടി എടുപ്പിച്ചും ജലീലിനെ കൊണ്ട് അറബി സൂക്തങ്ങൾ ഉരുവിടിപ്പിച്ചും കൂടെ കൊണ്ടുപോകണം. ആ മതമൈത്രി സന്ദേശ ഗൃഹസമ്പർക്ക പരിപാടി കണ്ട് നാട് പുളകം കൊള്ളണം. പാവങ്ങളെ സേവിക്കാനുള്ള അടങ്ങാത്ത പൈതാഹവുമായി നടക്കുന്ന ഈ കള്ളത്തരമൊക്കെ ജനത്തിന് നല്ലോണം മനസ്സിലാകുന്നുണ്ട് സാറന്മാരെ. പട്ടിണിപ്പാവങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഭരണം മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും പറഞ്ഞു തരൂ. നീയൊക്കെ മോഷ്ടിച്ചതും പിടിച്ചുപറിച്ചതും കൊള്ള ചെയ്തതും തിരിച്ചു വെച്ചിട്ട് പോ എന്ന് പറഞ്ഞ് ഓരോ പാവവും മനസ്സിൽ പറയുന്നത് സമൂഹത്തിന് കേൾക്കാം. പക്ഷേ സഖാക്കളുടെ ചെവിക്കും ഹൃദയത്തിനും സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ ശേഷിയില്ല. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരന് സ്റ്റെതസ്കോപ്പ് ഇല്ലാതെ മനുഷ്യഹൃദയത്തിൻ്റെ സ്പന്ദനം തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു. LDFൻ്റെ വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 1 തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് KB ഗണേഷ് കുമാർ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ തലക്കെട്ടാണ് ഏറ്റവും രസം. അപ്പോൾ എങ്ങനെയാ, ഒരുമിച്ചിറങ്ങുകയല്ലേ? അത് പിന്നെ എന്താ സംശയം? ജനം 2 മാസം കഴിഞ്ഞ് സകലതിനെയും അടിച്ചിറക്കുമ്പോൾ എന്താ കീഴൂട്ടെ സ്ഥാനി നായർക്ക് മാത്രമായി വല്ല ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒന്നിച്ച് ഇറങ്ങേണ്ടി വരും.
ഭരണം കഴിഞ്ഞ് അറബിക്കടലിലേക്ക് പോകുന്ന ജാഥ പിണറായി വിജയൻ തന്നെ നയിക്കും. പത്തനാപുരം പരമനും തൊട്ടു പിന്നിൽ തന്നെ ഉണ്ടാകണം. ഈ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സിൻബാദിൻ്റെ കഥയിലാണ്. സിൻബാദ് തൻ്റെ ചുമലിൽ നിന്നും കിഴവനെ ഒഴിവാക്കിയത് എങ്ങനെയെന്നറിയാമോ? ചുരക്കാത്തോടിനുള്ളിൽ വീഞ്ഞു നിറച്ചങ്ങോട്ട് കൊടുത്തു. ലഹരി തലയ്ക്ക് പിടിച്ച കിഴവൻ സിൻബാദിൻ്റെ തലയിലിരുന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടം തുടങ്ങി. സിൻബാദ് പെട്ടെന്ന് അവനെ മറിച്ച് താഴെയിട്ടു. ഒരു വലിയ പാറക്കല്ലെടുത്ത് ആ ദുഷ്ടൻ്റെ തലയിലിട്ടു. മനുഷ്യൻ്റെ തോളിൽ കയറിയിരിക്കുന്ന ഒരു വൃദ്ധനായ വിപ്ലവകാരിയെയും ഈ നാട്ടിലെ കമ്മ്യൂണിസത്തെയും ഉപമിക്കാൻ ഇതിലും നല്ലൊരു കഥയില്ല സുഹൃത്തുക്കളെ.